millimeter and edges has its vertical faces. So the object is cube and the side of the cube is 65 millimeter, has its vertical faces equally inclined to VP. അതായത് ഇതിന്റെ vertical faces VP ക്ക് equally inclined ആണ്. Then it is cut by a section plane. ഒരു section plane ഉപയോഗിച്ച് നമ്മൾ ഇതിനെ കട്ട് ചെയ്യുന്നു such that perpendicular to VP so that the true shape is regular hexagon. നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിലെല്ലാം എന്താണ്, നമ്മൾ ട്രൂ ഷേപ്പ് കണ്ടുപിടിക്കുക. നമുക്ക് കട്ടിംഗ് പ്ലെയിന്റെ ആംഗിൾ തരും. കട്ടിംഗ് പ്ലെയിൻ പാസസ് ത്രൂ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് സേ 20 mm ഫ്രം ദി വെർട്ടെക്സ് ആൻഡ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി എന്നൊക്കെ പറയുമായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. പക്ഷെ ഇവിടെ അതൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞേക്കുന്ന എന്ത് മാത്രമാ, നിങ്ങൾക്ക് കിട്ടാൻ ട്രൂ ഷേപ്പ് റെഗുലർ ഹെക്സഗൺ ആയിരിക്കണം. റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ സൈഡ്സും ഈക്വൽ ഡയമെൻഷൻ ആയിരിക്കും. അതിനാണ് റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നത്. ഡിറ്റർമൈൻ ദ ഇൻക്ലിനേഷൻ, കട്ടിംഗ് പ്ലെയിന്റെ ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കണം. ആൻഡ് ഡ്രോ ദ സെക്ഷണൽ ടോപ്പ് വ്യൂ ആൻഡ് ട്രൂ ഷേപ്പ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എങ്ങനെ വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. സോ ഐ വിൽ ഓപ്പൺ ദ സോഫ്റ്റ്വെയർ ഫസ്റ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ഓക്കെ, സോ ഇവിടെ ആദ്യം നമുക്ക് അറിയണം, ഈ ഒബ്ജക്റ്റ് ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സോ ഇവിടെ ദിസ് ഈസ് HP, ദിസ് ഈസ് VP. ഓക്കെ, അപ്പൊ ക്യൂബ് ദേ ഇങ്ങനാണ് ഞാൻ വെക്കുന്നത്. ഓക്കെ, അതായത് ഇവിടുത്തെ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ദിസ് ആംഗിൾ ഈസ് 45 ഡിഗ്രി. അതുപോലെ ഇപ്പുറത്തെ ആംഗിൾ എത്ര ആയിരിക്കും? ദിസ് ആംഗിൾ ഈസ് 45 ഡിഗ്രി. ക്യൂബിന്റെ താഴത്തെ A, B, C, D. ഓക്കെ, മേളത്തേന് ഞാൻ P, Q, R, S. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടോ, ഇവിടെ PSDA എന്ന് പറയുന്ന അതൊരു ഫേസ് ആണ്. കണ്ടോ, PS, ഇത് മേളത്തെ PS, തൊട്ട് താഴെ DA. അതിന്റെ ഇപ്പുറത്തുള്ള ഫേസ് ഏത്? RSDC. കണ്ടോ, RSDC. അത് ക്വസ്റ്റ്യനിൽ എന്തോ പറഞ്ഞേക്കുന്നത്? വെർട്ടിക്കൽ ഫേസ് ഈക്വലി ഇൻക്ലൈൻ ടു VP എന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ജൂഡിത്ത ഇത് മനസ്സിലായോ ഞാൻ ഈ പറഞ്ഞത്? അപ്പൊ ഇവിടെ നോക്കിയ ഇത് മനസ്സിലായോ ഞാൻ ഈ പറഞ്ഞത്? 45 ഡിഗ്രി. ഹലോ ജൂഡിത്ത, കേക്കാവോ? അഡോണ കേക്കാവോ? ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു സെന്റൻസ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ദിസ് വെർട്ടിക്കൽ ഫേസസ് ഈക്വലി ഇൻക്ലൈൻഡ് ടു VP. ആദ്യത്തെ സെന്റൻസ്, എ ക്യൂബ് ഓഫ് 65 millimeter ലോങ് എഡ്ജസ് ഹാസ് ഇറ്റ്സ് വെർട്ടിക്കൽ ഫേസസ് ഈക്വലി ഇൻക്ലൈൻഡ് ടു VP. വെർട്ടിക്കൽ ഫേസ് എന്ന് പറഞ്ഞാൽ മേളിലോട്ട് നിൽക്കുന്ന ഫേസിനെയാണ് വെർട്ടിക്കൽ ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ PSDA എന്ന് പറയുന്ന വെർട്ടിക്കൽ ഫേസും RSDC എന്ന് പറയുന്ന വെർട്ടിക്കൽ ഫേസും എത്ര ഡിഗ്രി ഇൻക്ലൈൻ ടു VPയിലാണ് ഞാൻ വെച്ചേക്കുന്നത്? 45 ഡിഗ്രി ഇൻക്ലൈൻ ടു VP ആണ്. എന്ന് പറഞ്ഞാൽ ഈക്വലി ഇൻക്ലൈൻഡ് ടു VP. ഈക്വലി. അഭിഷേക് ഇത് മനസ്സിലായോ? അഭിഷേക് മനസ്സിലായി സാർ. ഓക്കെ, ആദം ഇത് ക്ലിയർ ആയോ? ആദം? ഓക്കെ, ആനന്ദ് പിടിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾ ആ പിക്ചർ ഒന്ന് കണ്ടാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഇവിടെ നോക്കിയേ, ഇപ്പം ഞാനിപ്പോ വെറുതെ ഇങ്ങനെ
ഇങ്ങനെ ഒരു ക്യൂബ് അല്ല വെച്ചേക്കുന്നത്, കണ്ടോ? ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തായി? ഈ ഫേസ് എന്തായി? അത് പാരലായി, കണ്ടോ? അപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ വെർട്ടിക്കൽ ഫേസ് എന്തായി? ഈ വെർട്ടിക്കൽ ഫേസും വി പിക്ക് പാരലായി. അല്ലെങ്കിൽ ഇതും എന്തായി? പെർപെൻഡിക്കുലർ ആയി. നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? രണ്ട് വെർട്ടിക്കൽ ഫേസ് വി പിക്ക് എന്താവണം? ഈക്വലി ഇൻക്ലൈൻഡ് ആവണം. ആംഗിൾ ഒന്നും പറഞ്ഞിട്ടില്ല, ഈക്വലി എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാ? 45 ഡിഗ്രി. അപ്പൊ 45 ഡിഗ്രി വരുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മൾ ഈ ഒബ്ജക്റ്റിനെ ഇങ്ങനെ വെക്കാനായിട്ട്. അപ്പൊ നമ്മുടെ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ XY ലൈൻ വരച്ചിട്ട് ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ടോപ്പ് വ്യൂ ഇങ്ങനെ ആയിരിക്കും ടോപ്പ് വ്യൂ വരുന്നത്. ഈ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും, ഈ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. അതായത് ഒരിക്കലും നമ്മുടെ ടോപ്പ് വ്യൂ ഇങ്ങനെ ആയിരിക്കത്തില്ല. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും എന്തുകൊണ്ടാ ഇങ്ങനെ വരയ്ക്കാഞ്ഞത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം കേട്ടോ. അതായത് XY ലൈൻ വരച്ചു. സോ ഇങ്ങനെ വരച്ചാൽ എന്തായി പോയി? ടോപ്പ് വ്യൂല് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ഫേസസ് എന്തായി? പാരലൽ ടു വി പി ആയി. അല്ലെങ്കിൽ ഈ രണ്ട് ഫേസസ് എന്തായി? പെർപെൻഡിക്കുലർ ടു വി പി ആയി. ഈ രണ്ട് ഫേസസ് പെർപെൻഡിക്കുലർ ടു വി പി, സോറി, ഈ രണ്ട് ഫേസസ് പെർപെൻഡിക്കുലർ ടു വി പി ആയി. ഈ രണ്ട് ഫേസസ് പാരലൽ ടു വി പി ആയി. അപ്പൊ നമുക്ക് വേണ്ട എന്താണ്? ഈക്വലി ഇൻക്ലൈൻ ടു വി പി ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വരച്ചേ പറ്റൂ. അടോണ ഇത് ക്ലിയർ ആണോ ഞാൻ പറഞ്ഞേ? ഓക്കെ, അപ്പൊ ഞാൻ ടോപ്പ് വ്യൂ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, ഞാൻ ആദ്യം സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഓക്കെ, സോ ഞാനിവിടെ ഞാനിവിടെ XY ലൈൻ വരച്ചു. Then I will draw the cube. ടോപ്പ് വ്യൂ വരയ്ക്കാണ് ക്യൂബ്. ഓക്കെ, ക്യൂബിന്റെ ഡയമെൻഷൻ എത്രയായിരുന്നു? ക്യൂബിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 65 ആയിരുന്നു. 65. ക്യൂബിന്റെ സൈഡ് 65. രണ്ട് സൈഡും 65. ഓക്കെ, ആൻഡ് ഈ ആംഗിൾ എത്ര? ഈ ഇപ്പുറത്തെയും ഇവിടുത്തെ ആംഗിൾ എത്ര ആയിരിക്കണം? ദിസ് ആംഗിൾ ഈസ് 45 ഡിഗ്രി. ദിസ് ആംഗിൾ ഈസ് 45 ഡിഗ്രി. ഈ ആംഗിൾ എത്ര ആയിരിക്കണം? ദിസ് ആംഗിൾ ഈസ് ഓൾസോ 45 ഡിഗ്രി. ഓക്കെ, ദെൻ നമ്മൾ ഇതിനെ നെയിം ചെയ്യുക. നമ്മളിപ്പോ നെയിം ചെയ്തായിരുന്നല്ലോ. എങ്ങനെയാ നെയിം ചെയ്തത്? മേളത്തെ പോയിന്റിന് പി എന്നാ കൊടുത്തത്. പി, താഴത്തെ പോയിന്റിന് എ. സോ പി ഈസ് വിസിബിൾ, എ ഈസ് ഇൻവിസിബിൾ. ദെൻ ഇവിടെ ദിസ് ഈസ് ക്യൂ, ബ്രാക്കറ്റില് ബി. Then next is this is R, ബ്രാക്കറ്റില് C. Okay, so this is S ബ്രാക്കറ്റില് D. Okay, then I will project the front view. I will project the top view and I will get the front view. Okay, so ഞാൻ ഇതിനെ മേലോട്ട് പ്രൊജക്ട് ചെയ്തു. So what is the height of this cube? നമുക്കറിയാം ക്യൂബിന്റെ സൈഡ് തന്നെയാണ് ക്യൂബിന്റെ ഹൈറ്റ്. So that is 65. Then I will project this. So this is 65.
Okay. Then I will name all these. Okay. So this point is A dash. Sorry, this point is P dash. മേളത്തെ point P എന്നാ കൊടുത്തത്. So this is P dash. Then താഴത്തെ point ആണ് A dash. Okay. Then here Q and S. Here this is Q dash comma S dash. Q dash comma S dash. Q dash comma S dash. Then B dash comma D dash. ബോട്ടത്തില് B dash comma D dash. B dash comma D dash. Okay. So here R dash. This is R dash. This point is R dash. And this is C dash. This is C dash. Okay, ഇത്രയും ക്ലിയർ ആണോ? ആനന്ദ് ഇത്രയും ക്ലിയർ ആണോ? ഹലോ ആനന്ദ് ഇത്രയും ക്ലിയർ ആണോ? അടോണ ഇത്രയും ക്ലിയർ ആണോ? ആണ് സർ. ഓക്കെ. സോ നെക്സ്റ്റ് ഈസ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രൂ ഷേപ്പ് കിട്ടണം. ട്രൂ ഷേപ്പ് വിൽ ബി എ റെഗുലർ ഹെക്സഗൺ. അപ്പൊ റെഗുലർ ഹെക്സഗൺ കിട്ടണമെങ്കിൽ നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ എങ്ങനെ വരയ്ക്കണമെന്നാണ് അടുത്ത് ആലോചിക്കേണ്ടത്. അപ്പൊ റെഗുലർ ഹെക്സഗണ് എത്ര കോർണർ പോയിന്റ്സ് ഉണ്ട്? 6 പോയിന്റ്സ് ഉണ്ട്. അപ്പൊ 6 പോയിന്റ് കിട്ടണമെങ്കിൽ നമുക്ക് 6 എഡ്ജിലൂടെ കട്ട് ചെയ്യണം. ഓക്കെ. അപ്പൊ ഞാൻ വരയ്ക്കേണ്ട എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 6 എഡ്ജിൽ കട്ട് ചെയ്യുന്ന രീതിയിൽ വേണം കട്ടിംഗ് പ്ലെയിൻ പ്ലേസ് ചെയ്യാനായിട്ട്. ആൻഡ് ഓൾസോ 6 എഡ്ജിലൂടെ പാസ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടണം? നമുക്ക് റെഗുലർ ഹെക്സഗൺ തന്നെ കിട്ടണം. അത് ചെയ്യണമെങ്കിൽ ഈ ബോട്ടത്തിൽ നിന്ന് ഇവിടെ നോക്കി, ഈ ബോട്ടത്തിൽ ഇവിടെ എത്ര എഡ്ജ് ഉണ്ട്? എ ഡാഷ് ബി ഡാഷും ഉണ്ട്. ഇതവിടെ താഴെ നോക്കി, എ ബി എന്ന് പറയുന്ന ഒരു എഡ്ജും ഉണ്ട്, എ ഡി എന്ന് പറയുന്ന ഒരു എഡ്ജും ഉണ്ട് താഴെ. അതാണ് ഈ എ ഡാഷ് ബി ഡാഷ് ആൻഡ് എ ഡാഷ് ബി ഡാഷ്. അതിന്റെ എക്സാക്ട് സെന്റർ പോയിന്റ് കണ്ടുപിടിക്കുക. അതിന്റെ എക്സാക്ട് സെന്റർ പോയിന്റ് കണ്ടുപിടിക്കുക. ഇത് എത്രയാണ്? 45.962. അപ്പൊ ഇതിന്റെ സെന്റർ എന്ന് പറയുമ്പോൾ അതിന്റെ പകുതി. ഓക്കെ. സോ ഇതിന്റെ പകുതി കണ്ടുപിടിക്കുക. 45.962 ഡിവൈഡഡ് ബൈ 2. 45.962 ഡിവൈഡഡ് ബൈ 2, അതായത് 22.981. സിമിലർലി ഇവിടെ ഈ ടോപ്പിലെ ഈ എഡ്ജ്, ഇവിടെ 2 എഡ്ജ് വരും. ഏതൊക്കെ 2 എഡ്ജ്? നേരെ താഴോട്ട് നോക്കിയാൽ നമുക്ക് കാണാം. ഏതൊക്കെ 2 എഡ്ജ്? ആർ എസ് ഉണ്ട്, ആർ ക്യൂ ഉണ്ട്. കണ്ടോ? ആർ എസ് ഉണ്ട്, ആർ ക്യൂ. സോ ദാറ്റ് ഈസ് ആർ ഡാഷ് ക്യൂ ഡാഷ് ആൻഡ് ആർ ഡാഷ് എസ് ഡാഷ്. അഗെയിൻ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ദിസ് ഈസ് 45.962. ഓക്കെ. അപ്പൊ അതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. അപ്പൊ അതിന്റെ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 45.962 ഡിവൈഡഡ് ബൈ 2. സോ 22.981. ഇത് രണ്ടുകൂടെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ലൈൻ വരയ്ക്കുക. സോ ദിസ് ഈസ് ദ കട്ടിംഗ് പ്ലെയിൻ. അപ്പൊ ഇതാണ് നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ ദിസ് ഈസ് മൈ കട്ടിംഗ് പ്ലെയിൻ. അപ്പൊ നമ്മൾ ഇനി കട്ടിംഗ് പ്ലെയിനിന്റെ മുകളിലുള്ള പോർഷൻ എല്ലാം എന്ത് ചെയ്യണം? നമുക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പൊ അതിന് നമ്മൾ ബാക്കി എല്ലാത്തിനെയും ലൈറ്റ് ആക്കണം. ഓക്കെ. അഭിഷേക് ഇത്രയും ക്ലിയർ ആണോ? അഭിഷേക്
ക്ലിയർ ആണ്. ഓക്കെ. സോ ഇനി നമ്മൾ കട്ടിംഗ് പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ പോവാ. ഓക്കെ, അപ്പൊ കട്ടിംഗ് പോയിന്റ്സ് മാർക്ക് ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് ഇതിന്റെ ആംഗിൾ എത്ര നോക്കാം. കട്ടിംഗ് പ്ലെയിനിന്റെ ആംഗിൾ നോർമലി നമുക്ക് ആംഗിൾ തരുമായിരുന്നു. സോ ഹിയർ യു ക്യാൻ സി വാട്ട് ഈസ് ദ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി. കട്ടിംഗ് പ്ലെയിന്റെ ഇൻക്ലിനേഷൻ എത്ര ഡിഗ്രിയാണ്? 54.7 ഡിഗ്രി. സോ ദിസ് ഈസ് ദ ഇൻക്ലിനേഷൻ. ദിസ് ഈസ് ദ ഇൻക്ലിനേഷൻ ഓഫ് ദി കട്ടിംഗ് പ്ലെയിൻ വിത്ത് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇനി നമ്മൾ പേര് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഇവിടെ രണ്ട് എഡ്ജിൽ കട്ട് ചെയ്യുന്നുണ്ട് താഴെ. ഏതൊക്കെയാണ് ആ എഡ്ജ്? എ ഡാഷ് ബി ഡാഷും ഉണ്ട്, ദാറ്റ് ഈസ് എ ഡാഷ് ബി ഡാഷും ഉണ്ട്, എ ഡാഷ് ഡി ഡാഷും ഉണ്ട്. അതിൽ എ ബി എന്ന് പറയുന്ന എഡ്ജ് ഫ്രണ്ടിലാണ്, എ ഡി എന്ന് പറയുന്ന എഡ്ജ് ബാക്കിലാണ്. അപ്പൊ നമുക്കിവിടെ പേര് കൊടുക്കുമ്പോൾ ഫ്രണ്ടിൽ മാത്രമേ ആദ്യം കൊടുക്കാവുള്ളൂ. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ. 1 ഡാഷ് കോമ അത് അവിടെ കൊടുക്കുക. സോ 1 ഡാഷ് കോമ അവിടെ നിർത്തുക. ദെൻ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ വെർട്ടിക്കൽ എഡ്ജ് രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാ രണ്ട് എഡ്ജുകൾ? ഇവിടെ ക്യൂ ബി എന്ന് പറയുന്ന എഡ്ജും ഉണ്ട്. ഇതാ ഇവിടെ കാണാം നിങ്ങൾക്ക്, ക്യൂ ഡാഷ് ബി ഡാഷ്. പുറകിലുള്ള എഡ്ജ് ഏതാ? എസ് ഡി, എസ് ഡാഷ് ഡി ഡാഷ്. കണ്ടല്ലോ. അപ്പൊ ഫ്രണ്ടിലുള്ള എഡ്ജിന് മാത്രം പേര് കൊടുക്കുക ആദ്യം. സോ ദിസ് ഈസ് 2 ഡാഷ് കോമ. ഇപ്പൊ മറ്റേ എഡ്ജിന് പേര് കൊടുക്കരുത്, അവിടെ നിൽക്കട്ടെ. സോ 2 ഡാഷ് കോമ അവിടെ നിൽക്കുക. ഇനി മേളില് ദാ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ക്യൂ ഡാഷ് ആർ ഡാഷും ഉണ്ട്, ആർ ഡാഷ് എസ് ഡാഷും ഉണ്ട്. അതേ താഴോട്ട് നോക്കി, ക്യൂ ആറും ഉണ്ട്, ആർ എസും ഉണ്ട്. രണ്ട് എഡ്ജ്. അതിൽ ആർ എസ് പുറകിലാണ്, ക്യൂ ആർ ഫ്രണ്ടിലാണ്. അപ്പൊ ഫ്രണ്ടിലുള്ളതിന് പേര് കൊടുക്കുക ആദ്യം. സോ 3 ഡാഷ്. അപ്പൊ നമ്മുടെ വിസിബിൾ എഡ്ജസ് എല്ലാം കഴിഞ്ഞു. ഇനി ബാക്കി അവിടെ തന്നെ ഒരു ഇൻവിസിബിൾ എഡ്ജ് ഉണ്ട്, അതിന് 4 ഡാഷ് കൊടുക്കുക. 3 ഡാഷ് കോമ 4 ഡാഷ്. അപ്പൊ അവിടെ 2 പോയിന്റ് ഫിനിഷ് ആയി, കംപ്ലീറ്റ് ആയി. പിന്നെ ആ ലൈനെ കൂടെ തിരിച്ചു വരുമ്പോൾ ഇവിടെ 2 ഡാഷിന്റെ അവിടെ ഒരെണ്ണം ഉണ്ട്. സോ 2 ഡാഷ് കോമ 5 ഡാഷ്. ദെൻ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഇവിടെ 1 ഡാഷിന്റെ അവിടെ ഒരെണ്ണം ഉണ്ട്. സോ 1 ഡാഷ് കോമ 6 ഡാഷ്. ഓക്കെ, അപ്പൊ എല്ലാ കട്ടിംഗ് പോയിന്റ്സും ഞാൻ എന്ത് ചെയ്തു? ഞാൻ മാർക്ക് ചെയ്തു. ഇനി ഈ കട്ടിംഗ് പോയിന്റ്സിനെ എന്ത് ചെയ്യണം? കട്ടിംഗ് പോയിന്റ്സിനെ നേരെ താഴോട്ട് പ്രൊജക്ട് ചെയ്യാൻ ഞാൻ നേരെ താഴോട്ട് പ്രൊജക്ട് ചെയ്തു. സോ 1ഉം 6ഉം നേരെ താഴോട്ട് കൊണ്ടുവരികയാണ്. ദാ ഓക്കെ, 1 എന്ന് പറയുന്നത് എവിടുത്തെ പോയിന്റ് ആണ്? എ ബിയിലെ പോയിന്റ് ആണ്. എ ബി, താഴത്തെ എ ബി. അപ്പൊ അതിന് ഞാൻ പേര് കൊടുക്കുകയാണ്. സോ ദിസ് ഈസ് 1. ഓക്കെ, ഇനി 6 എവിടുത്തെ പോയിന്റാ? 6 പുറകിലത്തെ പോയിന്റാ. പുറകിലത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? എ ഡി ആണ്. അപ്പൊ എ ഡി പേര് കൊടുക്കുക. സോ ദിസ് ഈസ് 6. ദിസ് പോയിന്റ് ഈസ് 6. ഓക്കെ, ഇനി അടുത്തത് 2ഉം 5ഉം. 2 എവിടുത്തെ പോയിന്റാ? ബി ക്യൂ, ഫ്രണ്ടിലത്തെ പോയിന്റ്. സോ ദിസ് ഈസ് ബി ക്യൂ. സോ ഈ പോയിന്റ് തന്നെ 2. ദിസ് ഈസ് 2. ദെൻ നെക്സ്റ്റ് ഈസ് എസ് ഡി. എസ് ഡി എന്ന് പറയുന്നത് 5. അപ്പൊ ഇവിടെ എസ് ഡി എന്ന് പറയുന്ന പോയിന്റിൽ 5 കൊടുക്കുക. ദിസ് ഈസ് 5. ഓക്കെ, ഇനി അടുത്ത 3ഉം 4ഉം ആണ്. സോ പ്രൊജക്ട് ദിസ് 3 ആൻഡ് 4 ടു ഹിയർ. ഓക്കെ, അപ്പൊ 3 എന്ന് പറയുന്നത് ക്യൂ ആറിലെ പോയിന്റ് ആണ്. സോ ക്യൂ ആർ, ദിസ് ഇസ് ക്യൂ ആർ. സോ ക്യൂ ആർ ഹിയർ, ദിസ് പോയിന്റ് ഈസ് 3. ദിസ് പോയിന്റ് ഈസ് 3. ആൻഡ് 4 എവിടെയാണ്? അതിന്റെ ബാക്കിലത്തെ പോയിന്റ് ആർ എസ്. സോ ദിസ് ഈസ് ആർ എസ് ആൻഡ് ദിസ് പോയിന്റ് ഈസ് 4. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 1 2 3 4 കിട്ടി. ഇനി ഇത് ജോയിൻ ചെയ്യുക, എന്നിട്ട് ഹാച്ചിങ് ലൈൻസ് വരയ്ക്കുക.
Okay. So ഇത്രയും ക്ലിയർ ആണോ? അഭിഷേക് ഇത്രയും ക്ലിയർ ആണോ? Clear, sir. Clear. Okay. So this is these. അപ്പൊ ഇതിന് പേര് കൊടുക്കുക. This is the sectional top view. This is called a sectional top view. അപ്പൊ ഇവിടെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കട്ടിംഗ് പ്ലെയിൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത മാത്രമേ ഉള്ളൂ വ്യത്യാസം. ബാക്കിയെല്ലാം പ്രൊസീജിയർ സെയിം ആണ്. ഓക്കെ. ഇനി നമ്മൾ ട്രൂ ഷേപ്പ് വരയ്ക്കാൻ പോവാം. ഓക്കെ. അപ്പൊ ട്രൂ ഷേപ്പ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഇവിടുന്ന് ഒരു ലൈൻ വരയ്ക്കുക. ഈ ലൈൻ ഏതിന് പാരലൽ ആയിരിക്കണം? ഈ കട്ടിംഗ് പ്ലെയിന് പാരലൽ ആയിരിക്കണം. ഓക്കെ. എന്നിട്ട് ഇവിടുന്ന് 1 6 എന്ന് വരയ്ക്കുക. സച്ച് ദാറ്റ് ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. എന്നിട്ട് 1ന്റെയും 6ന്റെയും ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. സോ XY line to 6, it is 37.82. XY line to 1, it is 83.802. അപ്പൊ ഞാൻ ഇവിടെ 1 മാർക്ക് ചെയ്യാണ്. 83.802. Okay, so 83.802. Then 6 എന്ന് പറയുന്ന പോയിന്റ് ഡിസ്റ്റൻസ് ഈസ് 37.842. Okay, so this point is 1 and this point is 6. This point is 1 and this point is 6. Then 2,5. So ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? This angle is 90 degree. Then measure the distances from XY line to 2. Here it is 106.783. So mark the distance here. 106.783. Okay. So next is this distance. എത്രയാണ്? അത് ആദ്യം മെഷർ ചെയ്യണം. So from XY line to 5, what is the distance? From XY line to 5, here it is 14.859. So 14.859. Okay. So this point is 2. This point is 2. This point is 2 and this point is 5. Okay, so this point is 2 and this point is 5. Then next is this distance from XY line to 3. This is 83.799. Then XY line to 4, this is 37.837. So ആദ്യത്തെ ഡിസ്റ്റൻസ് 37.837. Okay, so ഇവിടുന്ന് I will draw a line and this inclination is എത്ര ഡിഗ്രി ആയിരിക്കണം? 90 degree. This inclination is 90 degree and ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കണം? 37.837. സോറി, ആദ്യം നമുക്ക് ബിഗർ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. ഓക്കെ, അതെത്രയാണ്? 83.799. 83.799. Okay, then next is the next distance, 37.837. 37.837. Okay, then name the point as this is ഇത് 4 ആണ്. ഈ 37.837 എന്ന് പറയുന്നത് 4 ആണ്.
This point is 4. Okay, മറ്റേ പോയിന്റ് എത്രയാണ്? മറ്റേ പോയിന്റ് ഈസ് 3. മറ്റേ പോയിന്റ് 3 ആണ്. ഓക്കെ, സോ ദിസ് ഈസ് 3. അപ്പൊ നമുക്ക് എല്ലാ പോയിന്റും കിട്ടി. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, സോ 1 2 സോറി ഒരു സെക്കൻഡ്. സിക്സ് 5 4. ഓക്കെ, സോ ഞാൻ പേര് കൊടുത്തൊലിച്ച് തെറ്റിപ്പോയി. നേരെ ഓപ്പോസിറ്റ് 6. ഇത് ഈ പോയിന്റ് ആണ് 5. ഇത് 2 അല്ല. ദിസ് പോയിന്റ് ഈസ് 5. ഓക്കെ, സോ 6 5 4. So 6 5. So this point is 4. This point is 4. 6 5 4. Then e point and then 1 2 3. Okay, so this point is 1. This 5 alla. This point is 2. And ividate point this 4 alla. This is 3. Okay, so then you can join 1 2. So 1 2, then 2 3 3 4 4 5 5 6. Okay, join ചെയ്യുക using dark line. Okay, so this is the this is the true shape. കണ്ടോ, ട്രൂ ഷേപ്പ് നിങ്ങൾ വരച്ചപ്പോൾ എന്താ കിട്ടിയെന്ന് നോക്കി. ഒരു റെഗുലർ ഹെക്സഗൺ. റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എന്താ? റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ ഈ സൈഡ് എല്ലാം എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. കണ്ടോ, എത്ര സൈഡ് എത്രയാണെന്ന് എനിക്കറിയില്ല. 45.96. അടുത്തത് എത്ര ആയിരിക്കണം? അത് തന്നെ ആയിരിക്കണം. 45.96. മുന്ന, ഇത് ക്ലിയർ ആണോ? മുന്ന ക്ലിയർ ആണ് സർ. ഓക്കെ, അടോണോ? ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ വ്യത്യാസം എന്താണ്? നമുക്കിവിടെ ക്യൂബിന്റെ സൈഡ് തന്നിട്ടുണ്ട്. ക്യൂബിന്റെ സൈഡ് എത്രയായിരുന്നു? 65 ആണ്. ക്യൂബിന്റെ സൈഡ് തന്നിട്ടുണ്ട് 65. അപ്പൊ ക്യൂബിന്റെ സൈഡ് തന്ന ഹൈറ്റും എത്ര തന്നെയാണെന്ന് നമുക്കറിയാം, 65 ആണെന്നറിയാം. ഓക്കെ, പിന്നെ നമുക്ക് വേറെ തന്നേക്കുന്നത് ഒറ്റ കാര്യമുള്ളൂ. എന്താണ് കിട്ടേണ്ട? ട്രൂ ഷേപ്പ് എന്താണ്? ഹെക്സഗൺ ആണ്. ട്രൂ ഷേപ്പ് ഹെക്സഗൺ ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, സോ ട്രൂ ഷേപ്പ് അതും വെറും ഹെക്സഗൺ ആണോ? അല്ല. എന്ത് ഹെക്സഗൺ? റെഗുലർ ഹെക്സഗൺ. റെഗുലർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കണം. റെഗുലർ കണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ ഹെക്സഗൺ എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കി. 1 2 3 4 5 6. അപ്പൊ നമുക്ക് 6 പോയിന്റ് വേണം. അപ്പൊ 6 പോയിന്റ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏത് രീതി കട്ട് ചെയ്യണം? 6 എഡ്ജിൽ കട്ട് ചെയ്യണം. അപ്പൊ 6 എഡ്ജിൽ കട്ട് ചെയ്യണമെങ്കിൽ ബേസിലെ 2 എഡ്ജ്, നടുക്കത്തെ 2 എഡ്ജ്, ടോപ്പിലെ 2 എഡ്ജ്. അങ്ങനെ ഈ 6 എഡ്ജിൽ കട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്തു? ഞാൻ കട്ടിംഗ് പ്ലെയിൻ വെച്ചു. എന്നിട്ട് ഞാൻ ഒരു സാധനം കൂടെ ചെയ്തു. എന്താണ്? ഇതിന്റെ ഈ സൈഡിന്റെ എക്സാക്ട് സെന്ററിൽ കൂടെ കൊണ്ടുപോയി. എന്തിനാ? എങ്കിലേ എനിക്ക് എന്ത് കിട്ടത്തുള്ളൂ? എനിക്ക് റെഗുലർ ഹെക്സഗൺ കിട്ടത്തുള്ളൂ. ഇപ്പൊ ചില പ്രോബ്ലത്തിൽ പറയും ഇറഗുലർ ഹെക്സഗൺ വേണമെന്ന് പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ സെന്റർ എടുക്കാതിരുന്നാൽ മതി. നിങ്ങൾക്ക് ഈ സൈഡിൽ എവിടെങ്കിലും ഒരു ഇഷ്ടമുള്ളിടത്ത് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഇവിടെയെങ്കിലും ഈ ടോപ്പിലും അതുപോലെ ഇഷ്ടമുള്ള ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഇതങ്ങ് ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഹെക്സഗൺ ആയിരിക്കും. പക്ഷെ അതെന്തായിരിക്കത്തില്ല? റെഗുലർ ഹെക്സഗൺ ആയിരിക്കത്തില്ല. അത് ഇറഗുലർ ഹെക്സഗൺ ആയിരിക്കും. ഇറഗുലർ. അഭിഷേക്, ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? റെഗുലറും ഇറഗുലറും. ആദം, ക്ലിയർ ആയോ ഞാൻ പറഞ്ഞ? ആദം മനസ്സിലായി? ഓക്കെ, അപ്പം ഇറഗുലർ കിട്ടണമെങ്കിൽ ഇതിന്റെ സെന്റർ എടുക്കാതിരുന്നാൽ മതി. ഇതിന്റെ സെന്റർ, ഞാനിപ്പോ ഇതിന്റെ എക്സാക്ട് സെന്റർ ആണ് എടുത്തേക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. എന്താ ഈ ഡിസ്റ്റൻസ് എത്രയാ? ഈ ഡിസ്റ്റൻസ് നോക്കി, 22.98 ആണ്. 22.98 എന്ന് പറഞ്ഞാൽ ഈ സൈഡിന്റെ സെന്ററാ. ഈ സൈഡ് എത്ര? ഈ സൈഡ് എന്ന് പറയുന്നത്
this side is, sorry, ഇതിന്റെ സൈഡ് എന്ന് പറയുന്നത് 45.96. മുന്നേ ഇത് കാണുന്നുണ്ടോ? 45.96ഉം 22.98ഉം കാണുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇതിന്റെ എക്സാക്ട് സെന്റർ. അപ്പൊ അതുപോലെ ഇവിടെ അത് തന്നെയാണ്, ഇത് എക്സാക്ട് സെന്റർ ആണ്. ഇതാ ഇവിടെ 22.98 കാണുന്നുണ്ടല്ലോ, രണ്ട് സൈഡിലും 22.98. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് കിട്ടിയത്? റെഗുലർ ഹെക്സഗൺ വന്നത്. ഓക്കെ, അപ്പൊ ഹെക്സഗൺ കിട്ടിയത് എന്തുകൊണ്ട്? 6 എഡ്ജിൽ കട്ട് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ ഈ കട്ടിംഗ് പ്ലെയിൻ പ്ലേസ് ചെയ്തത്. അതുകൊണ്ടാണ്. മനസ്സിലായോ? ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, എന്ത്? ഇതിന്റെ കട്ടിംഗ് പ്ലെയിനിന്റെ ആംഗിൾ. അതെത്ര ക്വസ്റ്റിന് ചോദിച്ചിട്ടുണ്ട്, എത്ര ഡിഗ്രിയാ? കട്ടിംഗ് പ്ലെയിനിന്റെ ആംഗിൾ നോക്കി, 54.7 ഡിഗ്രിയാണ്. കട്ടിംഗ് പ്ലെയിൻ ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 54.7 ഡിഗ്രി വിത്ത് HP. നേരത്തെ പ്രോബ്ലത്തിലൊക്കെ കട്ടിംഗ് പ്ലെയിൻ നമുക്ക് തരുമായിരുന്നു, ഇത്ര ഡിഗ്രി ഇൻക്ലൈൻഡ് ആണെന്ന് പറഞ്ഞ് കട്ടിംഗ് പ്ലെയിൻ തരുമായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ അല്ലെ? ക്ലിയർ ആണല്ലോ? അഡോണ, ഇത് ക്ലിയർ അല്ലേ അഡോണ? ഓക്കെ, ജൂഡിത്ത് ക്ലിയർ ആണോ? ജൂഡിത്ത്? ഓക്കെ, ആനന്ദ്? സാർ ഞാൻ കുറച്ചു നേരം മുമ്പാ കേറിയ, നെറ്റ് ഇവിടെ ഇല്ലായിരുന്നു. ഓക്കെ, നോ പ്രോബ്ലം. അതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ സാർ. ഓക്കെ. ഓക്കെ, നിങ്ങൾ ഇനി ഇപ്പൊ ഞാൻ എന്റെ ലാപ്ടോപ്പ് ഒന്ന് ചാർജ് ചെയ്യാനായിട്ട് പവറിലോട്ട് കുത്തുകയാണ്. അപ്പം തൽക്കാലം ഇപ്പൊ 6:45 ആയി. അപ്പൊ നിങ്ങൾ 7-ന് ജോയിൻ ചെയ്താൽ മതി. ഇതേ സെയിം ലിങ്ക് തന്നെ 7-ന് കേട്ടോ, 7-ന് കേട്ടോ. ഓക്കെ സാർ. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. അഡോണ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തോ. 7-ന് എല്ലാവരും ജോയിൻ ചെയ്താൽ മതി. ഓക്കെ.